എല്ലാവർക്കും ടേൺ ടു സക്സസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ മെഗാ റിവിഷൻ സീരീസിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒന്നാമത്തെ പാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു റിവിഷനാണ്. CPO ലാബ് അസിസ്റ്റൻറ്റ് ഫയർമാൻ ബോർഡ് എക്സാമൊക്കെ കൊണ്ടൊരു റിവിഷനാണ്. അപ്പോൾ നിങ്ങളിത് വീഡിയോ കാണുന്ന സമയത്ത് ഒരു റിവിഷനായിട്ട് എടുക്കുക. അതുപോലെ തന്നെ അറിയാത്ത കാര്യങ്ങൾ ഒരു നോട്ട് പുസ്തകം എടുത്ത് എന്ത് ചെയ്യുക, അതിലെന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. ടേൺ ടു സക്സസ് എന്നാണ് ചാനലിൻ്റെ പേര്. അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും എന്ത് ചെയ്യുന്നുണ്ട്, പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോവാം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദി ഫോളോയിങ് ആണ് അല്ലേ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് കമ്മീഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അതായത് നബാർഡ്, RBI, ഗ്രാമീൺ ബാങ്ക്, SBI, അപ്പുറത്തതുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷൻസ് ഉണ്ട്. അപ്പോൾ മാച്ച് ദി ഫോളോയിങ് ആണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇതിന് ഉത്തരം കണ്ടുപിടിക്കുക? നമുക്കറിയാം നബാർഡ് അല്ലേ. നബാർഡ് ഏത് കമ്മീഷനാണ് വരിക? നബാർഡ് ഏതാണ്? നബാർഡിന് നമ്മൾ എന്തായിട്ട് 3 ശിവരാമൻ കമ്മിറ്റിയാണ്. നബാർഡ് ഏതാ വരിക? ശിവരാമൻ കമ്മിറ്റിയാണ് വരിക അല്ലെ. നബാർഡ് ശിവരാമൻ കമ്മിറ്റി. RBI ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷനാണ് RBI. അതുപോലെ തന്നെ എന്താണ് അതുപോലെ തന്നെ ഗ്രാമീണ ബാങ്ക് ഏതാ വരിക? ഗ്രാമീണ ബാങ്ക് ഏതാണ്? ഗ്രാമീണ ബാങ്ക് നരസിംഹം കമ്മീഷനാണ് അല്ലെ. നരസിംഹം കമ്മീഷനാണ് 75. SBI ഗോർവാല കമ്മിറ്റി അല്ലേ. അപ്പം നമുക്ക് A എന്ത് കിട്ടും? 3 കിട്ടും. A3 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. B ഏതാ വരിക? B1 അല്ലെ. B1 അല്ലെ. A3 B1 എന്ന് വരുന്ന ഏതേ ഉള്ളൂ? ഒരു ഓപ്ഷൻ ഉള്ളൂ. C ഏതാ വരിക? C ഏതാ വരിക? 2 ആണ് അല്ലെ. നരസിംഹ കമ്മീഷൻ. D ഏതാണ്? 4 ആണ്. അപ്പം നമ്മുടെ ഉത്തരം ഏതാ വരിക? ഓപ്ഷൻ D ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് നമ്മളെ ആൻസർ വരും അല്ലേ. അപ്പം നമുക്കറിയാം എന്താണ് നബാർഡ് രൂപീകരിച്ച നരസിംഹ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം. അതുപോലെ RBI ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. അതുപോലെ തന്നെ അവിടെ ഒരു കാര്യം ഓർക്കുക, ഈ ഹിൽട്ടൺ യങ് കമ്മീഷൻ ചിലപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ അത് ഉണ്ടാവണമെന്നില്ല എക്സാമിന്. ചിലപ്പോൾ അതിൻ്റെ മറ്റൊരു പേരുണ്ട്. എന്നാൽ ഹിൽട്ടൺ കമ്മീഷൻ പൊതുവെ അറിയപ്പെടുന്ന പേര് എന്താണ്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. എന്താണ്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നാണ് അത് പൊതുവെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഹിൽട്ടൺ യങ് കമ്മീഷൻ ആക്ച്വലി RBI രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല വന്നത്. ഇന്ത്യൻ കറൻസിയെ പറ്റി പഠിക്കാൻ വന്ന കമ്മീഷനാണ് ഇത് ഹിൽട്ടൺ യങ് കമ്മീഷൻ. അതൊന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ കറൻസിയെ പറ്റി പഠിക്കാൻ വന്ന കമ്മീഷനാണ് ഹിൽട്ടൺ കമ്മീഷൻ. അത് പൊതുവെ അറിയപ്പെടുന്ന പേര് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് അല്ലേ. അതിന്റെ ഭാഗമായിട്ടാണ് അവർ RBI രൂപീകരിക്കാൻ എന്ത് ചെയ്തത്, ശുപാർശ ചെയ്തത്. ഓക്കെ, ബാക്കി രണ്ട് നമുക്ക് ഈ പറഞ്ഞ നബാർഡും ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക, ഒരു റിവിഷനായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കതും കൂടി എന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, നോക്കിപ്പോം. നമുക്കറിയാം നബാർഡ് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നബാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ്. എന്താണ് ശരിക്കും ഈ NA എന്ന് പറഞ്ഞാൽ എക്ക് ഫുൾ ഫോം അവിടെ ഇല്ല. എന്താണ് NBARD എന്നാണ് വരിക. നാഷണൽ. അപ്പോൾ NAന്റെ എന്ത് ഒഴിവാക്കി തന്നെ എഴുതുമ്പോൾ അങ്ങനെ എഴുതാം. പക്ഷെ ഫുൾ ഫോം പഠിക്കുമ്പോൾ NBARD എന്ന് തന്നെ പഠിക്കാം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് അത് മലയാളത്തിലാണ് തന്നതാണ്. അതായത് കൃഷി ഗ്രാമവികസനത്തിന് വേണ്ടിയുള്ള ബാങ്ക് അല്ലെ. കൃഷിക്കും ഗ്രാമവികസനത്തിന് വേണ്ടിയുള്ള ബാങ്ക് എന്നാണ് കഴിഞ്ഞ എക്സാമിന് തന്നിട്ടുണ്ടായത് അല്ലേ. അപ്പോൾ എന്നാണ് നബാർഡ് നിലവിൽ വന്നതെന്ന് ചോദിച്ചപ്പോഴാണ് എന്നാണ് നബാർഡ് നിലവിൽ വന്നത്? 1982 ജൂലൈ 12. 1982 ജൂലൈ 12 അല്ലെ. ജൂലൈ 12 എന്ന് പറഞ്ഞാൽ മലാല ഡേ ആണ് അല്ലെ. ജൂലൈ 12 മലാല ഡേ ആണ്. അതുപോലെ നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. ശുപാർശ ചെയ്താണ് B ശിവരാമൻ കമ്മിറ്റിയാണ്. ആരാണ്? B ശിവരാമൻ കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ നബാർഡ് അറിയപ്പെടുന്നതാണ് കേരളത്തിലെ ആസ്ഥാനം ചോദിച്ചത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആസ്ഥാനം ചോദിച്ചാൽ മുംബൈ ആണ്. കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ പൊതുവെ അറിയപ്പെടുന്ന കാർഷിക വായ്പകളുടെ നിയന്ത്രകൻ അല്ലെങ്കിൽ ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നൊക്കെയാണ് നമ്മൾ എന്തിനു വിശേഷിപ്പിക്കുന്നത്? നബാർഡിനെ എന്ത് ചെയ്യുന്നത്? വിശേഷിപ്പിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ എന്താണ് നബാർഡിനെ ഫണ്ട് ചെയ്യുന്ന ആരാന്ന് വെച്ചാലാണ് വേൾഡ് ബാങ്കും RBI ആണ്. നബാർഡിനെ ഫണ്ട് ചെയ്യുന്ന ആരാണ്? RBIയും ലോക ബാങ്കും ആണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ് നിലവിലെ നബാർഡിന്റെ ചെയർമാനാണ് ആര്? KV ഷാജി. നിലവിലെ നബാർഡിന്റെ ചെയർമാൻ ചോദിച്ചാലാണ് KV ഷാജി ആണ്. അതുപോലെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ എന്താണ്? പ്രധാന ലക്ഷ്യം എന്താണ്? എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കൃഷി, സ്വയം തൊഴിൽ, കുടി വ്യവസായം, ചെറുകിട വ്യവസായം എന്നിവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുക. അല്ലെങ്കിൽ നമുക്കൊരു കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ബാങ്കാണ് ഇത് നബാർഡ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാം. അടുത്തതാണ് ഇത് ഗ്രാമീണ ബാങ്ക് അല്ലേ. അല്ലെങ്കിൽ പൊതുവേ നമ്മൾ ഇതിനെ പറയുന്നത് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയാം. എന്താണ് റീജിയണൽ റൂറൽ ബാങ്ക് അല്ലേ. പൊതുവെ അറിയപ്പെടുന്നത് ഗ്രാമീണ ബാങ്ക് ആണ് അല്ലേ. അപ്പോൾ എന്താണ് നമുക്കറിയാം വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിങ് സേവനങ്ങൾ നൽകുന്നതിനായിട്ടാണ് എന്ത് ചെയ്തത്? ഗ്രാമീണ ബാങ്കുകൾ ആരംഭിച്ച അല്ലെങ്കിൽ ഗ്രാമവികസനത്തിനായി ആരംഭിച്ച ബാങ്കുകളാണ് ഇത് ഗ്രാമീണ ബാങ്ക് അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രാമീണ ബാങ്ക് നിലവിൽ വന്ന എപ്പോഴാണ്? 1975 ഒക്ടോബർ 12. അപ്പോൾ 1975 ഒക്ടോബർ 12 നമ്മുടെ ഈ പറഞ്ഞ 20 ദിന പരിപാടികൾ അല്ലേ. നമ്മൾ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്?
20 ദിന പരിപാടികൾ പഠിക്കുന്നത്. 20 ദിന പരിപാടികൾ ഏത് പഞ്ചവത്സര പദ്ധതി നമ്മൾ പഠിക്കുന്നത്? ഏത് പഞ്ചവത്സര പദ്ധതി? 20 ദിന പരിപാടികൾ നമ്മൾ പഠിക്കുന്നത് ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ് അല്ലെ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ ലക്ഷ്യമായിട്ടുള്ള 1974 മുതൽ 78 വരെ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് ഇത്, 5ാം പഞ്ചവത്സരത്തിൽ. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ 20 ദിന പരിപാടികൾ ആരംഭിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ 20 ദിന പരിപാടികൾ ഒരു പരിപാടിയായിരുന്നു ഇത്, ഗ്രാമീണ ബാങ്കുകളുടെ രൂപീകരണം. അതുപോലെ തന്നെ ICDS അല്ലെ, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് അല്ലെ, അതൊക്കെ ആരംഭിച്ച 1975 ഒക്ടോബർ 12 ഈ പറഞ്ഞ ഒക്ടോബർ 12 അല്ല, സോറി ഒക്ടോബർ 12 അല്ല, ഏതാണ് ഒക്ടോബർ 2 ഓക്കെ, മിസ്റ്റേക്ക് ആണ്. ഗാന്ധി ജയന്തി ദിനത്തിലാണ്, ഒക്ടോബർ 2 1975 ഒക്ടോബർ 2 ഓക്കെ. അപ്പൊ എന്താണ് ഈ പറഞ്ഞ ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ 20 ദിന പരിപാടികളുടെ ഭാഗമായിട്ടാണ്, അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ ആദ്യത്തെ ഗ്രാമീണ ബാങ്ക് നിലവിൽ വന്ന സ്ഥലം എവിടെയാണ്? മൊറാദാബാദാണ്, ഉത്തർപ്രദേശിലെ മൊറാദാബാദാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഗ്രാമീണ ബാങ്കുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതന്നെയാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രാമീണ ബാങ്കുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഉത്തർപ്രദേശാണ്. പക്ഷെ ഇന്ത്യയിൽ ഗ്രാമീണ ബാങ്കുകൾ ഇല്ലാത്ത അല്ലെങ്കിൽ കുറവ് അല്ലെങ്കിൽ ഇല്ലാത്ത സംസ്ഥാനങ്ങൾ ചോദിച്ചതാണ് ഗോവയും സിക്കിമുമാണ്. ഏതാണ്? ഗോവയും സിക്കിമുമാണ് അല്ലെ. ഒന്ന് ഓർത്തിട്ട് ഗോവയുടെ തലസ്ഥാനം ഏതാണ്? ഗാങ്ടോക്ക് ആണ് അല്ലെ. ഗോവയുടെ സിക്കിമിന്റെ തലസ്ഥാനം ഏതാണ്? ഗാങ്ടോക്ക് ആണ്. അതുപോലെ തന്നെ ഗോവയുടെ തലസ്ഥാനമാണ് ഇതെന്ന് പറഞ്ഞാൽ പനാജി എന്ന് പറഞ്ഞാൽ, അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് നബാർഡ് ഈ പറഞ്ഞ ഗ്രാമീണ ബാങ്ക് രൂപീകരിക്കാനുള്ള ശുപാർശ നൽകിയാരാണ്? നരസിംഹം കമ്മിറ്റിയാണ്. 1975 നരസിംഹം കമ്മിറ്റിയാണ് ഇതിനുള്ള ശുപാർശ നൽകിയതാരാണ്? നരസിംഹം കമ്മിറ്റി 1975 അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീണ ബാങ്ക് എന്ന് വെച്ചാൽ കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. അപ്പൊ കേരള ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായെന്ന് വെച്ചപ്പോഴാണ് 2013 ജൂലൈ 8 2013 ജൂലൈ 8 അല്ലെ. അതായത് ഇന്ത്യയിൽ കേരളത്തിലുണ്ടായിരുന്ന സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും ഈ പറഞ്ഞ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് 2013 ജൂലൈ 8 കേരള ഗ്രാമീൺ ബാങ്ക് നിലവിൽ വരുന്നത് അല്ലെ. ഇതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണത്? മലപ്പുറം ജില്ലയിലാണ്. ആസ്ഥാനം എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. ഇതിന്റെ ആപ്തവാക്യമാണ് എന്ത്? കേരളത്തിന്റെ സ്വന്തം ബാങ്ക്. ആപ്തവാക്യം എന്താണ്? കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്നാണ് ആപ്തവാക്യം. കേരളത്തിന്റെ സ്വന്തം ബാങ്കാണ്. അതുപോലെ തന്നെ ഓരോ ഗ്രാമീണ ബാങ്കിന് പുറകിൽ ഒരു സ്പോൺസേർഡ് ബാങ്ക് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ആയിരിക്കും എന്ത് ചെയ്യുക? ഈ ഗ്രാമീണ ബാങ്കുകൾ എന്ത് ചെയ്യുക? സ്പോൺസർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർ ആണ് ആരും? സ്പോൺസേർഡ് ബാങ്ക് എന്ന് വെച്ചതാണ് കാനറ ബാങ്ക് ആണ്. ഏതാണ്? കാനറ ബാങ്ക് ആണ്. അതായത് അതിന് മുമ്പ് നമ്മൾ സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിന് സ്പോൺസർ ചെയ്ത കാനറ ബാങ്കും അതുപോലെ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിന് സ്പോൺസർ ചെയ്ത സിൻഡിക്കേറ്റ് ബാങ്കുമാണ്. നമുക്കറിയാം കാനറ ബാങ്കും സിൻഡിക്കേറ്റും ബാങ്കും എന്ത് ചെയ്തു? ഇപ്പോൾ സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്ക് ലയിച്ചു അല്ലേ. 2020 ഏപ്രിൽ 1 ലൈന പ്രകാരം സിൻഡിക്കേറ്റ് ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാനറ ബാങ്ക് ലയിച്ചിട്ടുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബാങ്ക് ലൈനായിരുന്നു 2020 ഏപ്രിൽ 1 നടന്നത്. ഓക്കെ. അപ്പോൾ നിലവിൽ ഈ പറഞ്ഞ കേരള ഗ്രാമീൺ ബാങ്കിനെ സ്പോൺസർ ചെയ്യുന്നത് ആരാണ്? സ്പോൺസേർഡ് ബാങ്ക് ആരാണ്? കാനറ ബാങ്ക് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഗ്രാമീണ ബാങ്കിന്റെ ക്യാപിറ്റൽ ഷെയർ ചെയ്യുന്നത് ഈ ഗ്രാമീണ ബാങ്കിൽ ആരംഭിക്കും. അതിന്റെ ക്യാപിറ്റലിന്റെ ഒരു 50% ആരാണ്? സെൻട്രൽ ഗവൺമെന്റ്. 50% സെൻട്രൽ ഗവൺമെന്റ് എടുക്കും. ബാക്കി 15% ആരെടുക്കുക? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ബാക്കി 35% ആരാണ് ചെയ്യുന്നത്? സ്പോൺസേർഡ് ബാങ്ക് ആയിരിക്കും. അപ്പോൾ 50% ക്യാപിറ്റൽ ആരാണ്? സെൻട്രൽ ഗവൺമെന്റ്, 15% സ്റ്റേറ്റ് ഗവൺമെന്റും, ബാക്കി 35% ആരാ വരിക? ബാക്കി 35% ആരാ വരിക? സ്പോൺസേർഡ് ബാങ്ക് ആണ് വരിക. ആരാണ്? സ്പോൺസേർഡ് ബാങ്ക് ആണ് വരിക. അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഈ പറഞ്ഞ 20 ദിന പരിപാടികളുടെ ഭാഗമായിട്ട് ആകെ ഒരു മൊറാദാബാദിൽ ഒരു ഗ്രാമീണ ബാങ്ക് ആരംഭിച്ചു. അത് കൂടാണ്ട് ഒരു 4 ഗ്രാമീണ ബാങ്കുകളും കൂടി, അത് കൂടാണ്ട് എന്താണ് 4 ഗ്രാമീണ ബാങ്കുകളും കൂടി ഉണ്ട്. അപ്പൊ ടോട്ടൽ എന്താണ്? 20 ദിന പരിപാടികളുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആരംഭിച്ച ഗ്രാമീണ ബാങ്കുകളുടെ എണ്ണം ചോദിച്ചാൽ നമുക്ക് എത്ര എണ്ണം പറയും? ടോട്ടൽ 5 എണ്ണമാണ് അല്ലെ. ആ 4 ഗ്രാമീൺ ബാങ്കിന്റെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഗൗർ ഗ്രാമീൺ ബാങ്ക് എന്താണ്? യൂസിഒ ബാങ്ക്, യൂക്കോ ബാങ്ക് ആണ് അതിനെ സ്പോൺസർ ചെയ്തത്. അതുപോലെ ഗോരഖ്പൂർ ക്ഷേത്രീയ ഗ്രാമീൺ ബാങ്ക് അതിനെ സ്പോൺസർ ചെയ്താരായിരുന്നു? SBI ആയിരുന്നു. അതുപോലെ ഹരിയാന ക്ഷേത്രീയ ഗ്രാമീൺ ബാങ്ക് അതിനെ സ്പോൺസർ ചെയ്താരായിരുന്നു? പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. അതുപോലെ ജയ്പൂർ നാഗോർ അഞ്ചലിക് ഗ്രാമീൺ ബാങ്ക് അതിനെ സ്പോൺസർ ചെയ്തതും ഈ പറഞ്ഞ UCO ബാങ്ക് ആയിരുന്നു അല്ലെ. UCO ബാങ്ക് ആയിരുന്നു. അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ. 5 ഗ്രാമീണ ബാങ്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അല്ലെ. നമ്മളോട് ചോദിക്കാറ് 1954 64 ഇടയിൽ ഇന്ത്യയിൽ ആരംഭിച്ച IIT-കളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? ഇന്ത്യയിൽ 5 IIT-കൾ ആരംഭിച്ചു. SCERT ആണ്, PUIQ ആണ്. ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ നമ്മൾ ഗ്രാമീണ ബാങ്കുകളുടെ പിതാവ് അല്ലെങ്കിൽ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഗ്രാമീണ ബാങ്കുകളുടെ പിതാവ് അല്ലെങ്കിൽ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? മുഹമ്മദ് യൂനുസ് ആണ്. ആരാണ്? മുഹമ്മദ് യൂനുസ് ആണ്. ആരാണ്? മുഹമ്മദ് യൂനുസ് ആണ്. ഏത് രാജ്യക്കാരനാണ് മുഹമ്മദ് യൂനുസ്? നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. മുഹമ്മദ് യൂനുസ് ഏത് രാജ്യക്കാരനാണ്? അദ്ദേഹം പറഞ്ഞാൽ എന്താണ്? ബംഗ്ലാദേശുകാരനാണ് അല്ലെ. ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാവങ്ങളുടെ ബാങ്കർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ 2006 ഈ മുഹമ്മദ് യൂനുസിനും അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിനും കൂടിയാണ് എന്ത് ചെയ്തത്? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടി. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഏത് വർഷമാണ്? 2006
ആണ്. ഇപ്പം നമ്മൾ വീണ്ടും കറണ്ട് അഫെയർ ഒക്കെ പഠിക്കുമ്പോൾ മുഹമ്മദ് യൂനസ് എന്ന് പറഞ്ഞ പേര് കിട്ടും. ഈ പറഞ്ഞ ബംഗ്ലാദേശിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഷെയ്ഖ് ഹസീനയൊക്കെ എന്ത് ചെയ്യുന്നു, നാട് വിടേണ്ടിരുന്നു. അതിന്റെ ഫലമായിട്ട് ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ച സമയത്ത് ആ താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയ ആളും കൂടിയാണ് ആര്, ഈ പറഞ്ഞ മുഹമ്മദ് യൂനസ്. മുഹമ്മദ് യൂനസിന്റെ പുസ്തകം PSC ചോദിക്കാറുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് എ ക്രിയേറ്റിംഗ് എ വേൾഡ് വിത്തൗട്ട് പോവർട്ടി. ഓർത്തിരിക്കുക എന്താണ് ക്രിയേറ്റിംഗ് എ വേൾഡ് വിത്തൗട്ട് പോവർട്ടി. എന്താണ് ക്രിയേറ്റിംഗ് എ വേൾഡ് വിത്തൗട്ട് പോവർട്ടി? ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എ വേൾഡ് ഓഫ് 3 zeros, അതും അദ്ദേഹത്തിന്റെ പുസ്തകമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാമീണ ബാങ്കായിട്ട് ബന്ധപ്പെട്ട് അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ SBIയും RBIയും ഉണ്ട്. അതും കൂടി പറഞ്ഞ വീഡിയോ ഒരുപാട് ലെങ്ത്തിലോട്ട് പോകും. അത് നമുക്ക് വേറൊരു ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നബാർഡും എന്ത് ചെയ്യുക, ഈ ഗ്രാമീണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാമെന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ സ്ലൈഡിലാകെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഞാൻ കൂടുതൽ കാര്യങ്ങൾ, എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവാണ്. ഓക്കെ, ഇതിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ കുറവാണ്. അത് ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ തന്നെ എന്ത് ചെയ്യുക, കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിലായിരിക്കും നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സ് എന്ത് ചെയ്യുക, അധികമായിട്ടുള്ള പോയിന്റ്സ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുക. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളം ഭരണവും ഭരണ സംവിധാനവും ആ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതാണ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ സംഘടനയിലോ അംഗമാകരുതെന്നും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പ്രവർത്തനങ്ങളിലും പങ്കെടുക്കരുതെന്നും പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? ഇതിൻ്റെ ഉത്തരം വരിക എന്ന് വായിച്ചു നോക്കി. 67, 93B, 93D ഏതൊക്കെയാണ്? ആ ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ A ആണ്, 67 ആണ്. വകുപ്പ് 67 ഈ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഇത് ഏത് നിയമത്തിലാണ് പറയുന്നത് വെച്ചാൽ, ഏത് നിയമത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്? അതാണ് കേരള സർവൻസ് കണ്ടക്ട് റൂൾ 1960. കേരള സർവൻസ് കണ്ടക്ട് റൂൾ 1960 അതായത് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 309 പ്രകാരം കേരള സർക്കാർ ജീവനക്കാർക്കായി രൂപപ്പെടുത്തിയ നിയമമാണ് ഇത്, ഈ പറഞ്ഞ കേരള സർവൻസ് കണ്ടക്ട് റൂൾ 1960. എന്താണ് ഈ നിയമത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എന്താണ് ഉദ്യോഗസ്ഥരുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. അതിൽ പറയുന്ന ഒരുപാട് വകുപ്പുകളാണ്. അതിലെ വകുപ്പുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വകുപ്പുകളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഈ വകുപ്പുകൾ പഠിക്കാണ്ട് ഒരു എക്സാമിന് ഒരിക്കലും പോകാൻ പാടില്ല. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വകുപ്പുകളാണ്. പിന്നെ നാളെ സർക്കാർ സർവീസ് കയറിയ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വകുപ്പും കൂടിയാണ് ഇതല്ലേ. അതിൽ ആദ്യത്തെ വകുപ്പാണ് എന്താണ്, 67A. എന്താണ് 67A? എന്താണ്, ഞാൻ ഷോർട്ടായിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഞാൻ എക്സ്പ്ലനേഷൻ പറയാം. വകുപ്പ് 67A എന്താ പറയുന്നത് വെച്ചാൽ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യാൻ പാടില്ല, ഏതെങ്കിലും വർഗീയ മതസംഘടനകളുടെയോ അത്തരം ട്രസ്റ്റിൻ്റെയോ അതേപോലെ സമൂഹത്തിൻ്റെയോ ഭാരവാഹിത്വം വഹിക്കാൻ പാടില്ല എന്ന് പറയുന്ന വകുപ്പാണ്. അതായത് ഒരു മതസംഘടനയുടെയോ അതുപോലെ മതമായിട്ട് ബന്ധപ്പെട്ട മതപരമായിട്ടുള്ള ട്രസ്റ്റിൻ്റെയോ അതുപോലെ അങ്ങനെ എന്തെങ്കിലും സമൂഹത്തിൻ്റെയോ എന്ത് ചെയ്യാൻ പാടില്ല, പദവികളും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഭാരവാഹിത്വവും എന്ത് ചെയ്യാൻ പാടില്ല, വഹിക്കാൻ പാടില്ല. 67A പറയുന്നത്. ഇത് 2017 ഈ വകുപ്പ് എന്ത് ചെയ്തത്, ഈ പറഞ്ഞ നിയമത്തോട് എന്ത് ചെയ്ത് കൂട്ടിച്ചേർത്തത്. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് 93B എന്ന് പറഞ്ഞാൽ. എന്താണ് 93B എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എന്താണ് സർക്കാർ ജീവനക്കാരൻ എന്ത് ചെയ്യാൻ പാടില്ല, ഔദ്യോഗിക അവരുടെ കൃത്യനിർവഹണ സമയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് എന്നാണ് ഇതിൽ പറയുന്നത്. ഇതാണ് വകുപ്പ് 93B. 93C എന്താ പറയുന്നത്, സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്ത് സർക്കാർ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യാൻ പാടില്ല, സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുതെന്നാണ്. 93D എന്താ പറയുന്നത് വെച്ചാൽ, സർക്കാർ ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എന്ത് ചെയ്യാൻ പാടില്ല, ജീവനക്കാർ എന്ത് ചെയ്യാൻ പാടില്ല, പുകവലിക്കാൻ പാടില്ല. 93E ആണ് എന്തിൽ പറയുന്നത്, 14 വയസ്സിന്, അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യാൻ പാടില്ല, വീട്ടു ജോലിക്കായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എന്ത് ചെയ്യാൻ പാടില്ല, നിയമിക്കാൻ പാടില്ല. വകുപ്പ് 93F എന്താ പറയുന്നത്, ഒരു സർക്കാർ ജീവനക്കാരനും ഒരു സ്ത്രീയെ അവരുടെ ജോലി സ്ഥലത്ത് ലൈംഗികമായി എന്ത് ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല. അപ്പൊ ഈ പറഞ്ഞ വകുപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വെക്കുക, പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി അല്ലെ, കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏതാണ്? അപ്പൊ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് ഓപ്ഷൻ B ആണ്. ഏതാണ്? കൂത്തുങ്കൽ. ഓപ്ഷൻ B കൂത്തുങ്കലാണ്. ഈ പറഞ്ഞ മണിയാറാണെങ്കിലും ഈ പറഞ്ഞ ഉള്ളുങ്കലാണെങ്കിലും മീനുപല്ലൊക്കെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയിൽ വരുന്നതാണ്. ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നതാണ് കൂത്തുങ്കലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടസ് നോക്കാം.
ഇതിൽ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് വെച്ചതാണ് കൂത്തുങ്കലാണ് അല്ലേ. ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. അത് എത്ര മെഗാവാട്ട് എന്ന് വെച്ചാൽ 21 മെഗാവാട്ടാണ് അതിന്റെ കപ്പാസിറ്റി വരിക. എന്താണ് കപ്പാസിറ്റി? അതുപോലെ ഏത് നദിയിലാന്ന് വെച്ചതാണ്? പന്നിയാറാണ്. ഏതാണ്? പന്നിയാർ. ഓക്കെ. അതുപോലെ ഏറ്റവും ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് ഇത് മണിയാർ അല്ലെ. പത്തനംതിട്ട ജില്ലയിലെ മണിയാറാണ്. 12 മെഗാവാട്ടാണ് വരിക. അത് എവിടെയാണ് വരുന്നത് വെച്ചാൽ കക്കട്ടാർ, പമ്പേന്റെ പോഷക നദിയായിട്ടുള്ള കക്കട്ടാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ആരാണത് ആരംഭിച്ചതെന്ന് വെച്ചാൽ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് ആരാണ്? അത് കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് ആണ്. അതാണ് കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് ആണ്. അതുപോലെ മറ്റൊരു സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് ഇത് ഉള്ളുങ്കൽ. ഏതാണ്? ഉള്ളുങ്കൽ പത്തനംതിട്ടയിലാണ്. 7 മെഗാവാട്ടാണ് അതിന്റെ കപ്പാസിറ്റി. അതായത് അതും എവിടെയാണ്? കക്കാട് നദിയിലാണ്. ഏത് നദിയിലാണ്? കക്കാട് നദിയിലാണ്. പിന്നെ മീൻവെല്ലം കൂടി ഒന്ന് പഠിച്ചു നോക്കാം. മീനവെല്ലം പദ്ധതി എന്ന് വെച്ചാൽ എന്താണ്? അതിനൊരു പ്രത്യേകത എന്താണ് പ്രത്യേകത? കേരളത്തിലെ ഫസ്റ്റത്തെ ജനകീയ വൈദ്യുതി സംരംഭമാണ്. എന്താണ്? ജനകീയ വൈദ്യുതി സംരംഭമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിന് നേതൃത്വം നൽകുന്ന ആരാണ്? പാലക്കാട് ജില്ലാ പഞ്ചായത്താണ്. ആരാണ്? പാലക്കാട് ജില്ലാ പഞ്ചായത്താണ്. ഏത് നദിയെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ ഏതാണ്? ഭാരതപ്പുഴയുടെ പോഷക നദിയായിട്ടുള്ള പമ്പയല്ല, ഏതാണ്? തൂതപ്പുഴയിലാണ്. ഭാരതപ്പുഴയുടെ പോഷക നദിയായിട്ട് ഏതാണ്? തൂതപ്പുഴയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അല്ലെങ്കിൽ ചോദിക്കും, കേരളത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള കേരളത്തിലെ ഏക ജലവൈദ്യുത പദ്ധതിയാണ് ഇത് മീൻവെല്ലം പ്രോജക്ട്. ഏതാണ്? മീൻവെല്ലം ജലവൈദ്യുത പദ്ധതി. അതൊന്ന് ഓർത്തിരിക്കാം. പിന്നെ ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതൊന്നും നമുക്ക് നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാന്ന് വെച്ചാൽ നമ്മൾ ഇതാണ് പെരിയാറിലാണ് അല്ലെ. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അത് പെരിയാർ നദിയിലാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളിലാണ് അത് ഭാരതപ്പുഴയിലാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏതെന്ന് വെച്ചാൽ പള്ളിവാസൽ അല്ലെ. ഏതാണ്? പള്ളിവാസലാണ്. 1940 പള്ളിവാസൽ പദ്ധതി ആരംഭിക്കുന്നത്. ഏത് നദിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള ഏതാണ്? മുതിരപ്പുഴയിലാണ്. ഏതാണ്? മുതിരപ്പുഴയിലാണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അണക്കെട്ടുകൾ എന്ന് ചോദിച്ചാൽ 2 അണക്കെട്ടുകൾ പഠിക്കണം. ഒന്ന് ഏതാണ്? മാട്ടുപ്പെട്ടി ഡാമാണ്. മറ്റൊന്നാണ് കുണ്ടള ഡാമാണ്. ഏതൊക്കെയാണ്? മാട്ടുപ്പെട്ടി ഡാമും കുണ്ടള ഡാമുമാണ്. അപ്പൊ അതിൽ ഈ മാട്ടുപ്പെട്ടി ഡാമിന് ഒരു പ്രത്യേകത, കേരളത്തിൽ ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ടാണ്. മാട്ടുപ്പെട്ടി ഡാം എന്താണ്? കേരളത്തിൽ ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ടാണ് ഏതെന്ന് പറഞ്ഞാൽ മാട്ടുപ്പെട്ടി അണക്കെട്ട് എന്ന് പറഞ്ഞാൽ. അതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. അപ്പൊ മേ ബി എക്സാം ചോദിക്കും കേരളത്തിൽ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് ചെങ്കുളാണ്. ഏതാണ്? ചെങ്കുളം. 1954 ആരംഭിച്ച ചെങ്കുളാണ്. ഇതും എവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ പറഞ്ഞ മുതിരപ്പുഴയിലാണ്. അതായത് ഈ പറഞ്ഞ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളം ഉപയോഗിച്ചിട്ടാണ് എന്ത് ആരംഭിച്ചിട്ടുള്ളത്? ഈ പറഞ്ഞ ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും എക്സാമിന് ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ നമുക്കറിയാം ഇടുക്കി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇത് ഇടുക്കി അല്ലെ. അത് നിലവിൽ വന്നപ്പോഴാണ് 1975 ഒക്ടോബർ 4 സഹായിച്ച രാജ്യം ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിർമ്മാണത്തിൽ സഹായിച്ച രാജ്യം ചോദിച്ചതാണ് അത് കാനഡയാണ് അല്ലെ. കാനഡ. അതിന്റെ കപ്പാസിറ്റി എത്രയാണ്? 780 മെഗാവാട്ടാണ്. അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ ഇടുക്കി ജലവൈദ്യുത പദ്ധതി പഠിക്കുന്ന സമയത്ത് അതുപോലെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡാമുകളെ പേര് നമ്മളൊന്ന് പഠിക്കണം. ഏതൊക്കെ ഡാമുകളാണ് ഇതുമായിട്ട് വന്ന് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് 3 ഡാമുകളാണുള്ളത്. ഏതൊക്കെയാണ് ആ ഡാമുകൾ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? ചെറുതോണി, ഇടുക്കി, കുളമാവ്. ഏതൊക്കെയാണ്? ചെറുതോണി ഡാം, ഇടുക്കി ഡാം, കുളമാവ് ഡാം അല്ലെ. ഇടുക്കി ഡാം അറിയാം. ഇടുക്കി ഡാമിന്റെ പ്രത്യേകത എന്താണ്? ആർച്ച് ഡാമാണ് അല്ലെ. ഏറ്റവും വലിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാമൊക്കെയാണ് ഇത് ഇടുക്കി ഡാം അല്ലെ. അതിനെന്തില്ല? ഷട്ടർ ഇല്ല. കേരളത്തിലെ ഷട്ടറില്ലാത്ത അണക്കെട്ടുകളിൽ ഒന്നാണ് ഇത് ഇടുക്കി ഡാം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ കുറത്തി മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതേപോലെ ഇതിന് ഈ പറഞ്ഞ ഇതിന് ആവശ്യമായി ഈ ഡാം കെട്ടാൻ ആവശ്യമായ സ്ഥലം കാണിച്ചു കൊടുത്ത ആളാണ് കരുവെള്ളായൻ കൊലുമ്പൻ എന്നൊക്കെ പറഞ്ഞ് സ്ഥലം കാണിച്ചു കൊടുത്ത വ്യക്തി കരുവെള്ളായൻ കൊലുമ്പൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കൂലേ. കരിന്തണ്ടൻ നമ്മൾ ഇവിടെ പഠിക്കും. താമരശ്ശേരി ചൂരായിട്ട് ബന്ധപ്പെട്ടാണ് കരിന്തണ്ടന്റെ പേര് പഠിക്കുന്നത്. ഇവിടെ ആരാണ്? ഈ പറഞ്ഞ കൊലുമ്പനാണ്. ഈ കരുവെള്ളായൻ കൊലുമ്പനാണ്. ഓക്കെ. അതുപോലെ ഇതിന്റെ നിയന്ത്രണം ആർക്കാണ്? KSEB ക്കാണ്. ഇതിന്റെ നിയന്ത്രണം ആർക്കാണ്? KSEB ക്കാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ഡാം എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് ഇടുക്കി ഡാം അല്ല. കേരളത്തിൽ ആർച്ച് ഡാമാണ് ഇടുക്കി എന്ന് പറഞ്ഞാൽ. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം എന്ന് വെച്ചാൽ ഏതാണ്? അത് മലമ്പുഴ ഡാമാണ്. ഏറ്റവും വലിയ ഡാം ഏതാണ്? മലമ്പുഴ ഡാമാണ്. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇടുക്കി കഴിഞ്ഞാൽ അടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്? ശബരിഗിരിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ ഹൗസ് എവിടെയാണ്? ജലവൈദ്യുത നിലയം എവിടെയാണ് സ്ഥിതി എന്ന് വെച്ചാൽ നമ്മൾ പറയുമ്പോൾ എവിടെയാണത്? ഇടുക്കിയിൽ മൂലമറ്റത്താണ്. എവിടെയാണ്? മൂലമറ്റാണ് അല്ലെ. അടുത്തതാണ് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഇത് ശബരിഗിരി അല്ലെ. 1966 ആരംഭിച്ച ശബരിഗിരി പ്രൊജക്ട് ആണ്. 340, നേരത്തെ 780 എത്രയാണ്? 340 മെഗാവാട്ടാണ് അതിന്റെ കപ്പാസിറ്റി വരിക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ പത്തനംതിട്ട ജില്ലയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട ഡാമുകൾ ഏതൊക്കെയാണ്? ഗവി ഡാം, കക്കി ഡാം, ആലത്തോട് ഡാം. ഏതൊക്കെ? ഗവി ഡാം,
കക്കി ഡാം, ആനത്തോട് ഡാം ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ കുറ്റ്യാടി അല്ല, അടുത്തതാണ് കുറ്റ്യാടി. അതായത് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഇത് കുറ്റ്യാടി. 1972 ആരംഭിച്ച കുറ്റ്യാടിയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് 1972 ആരംഭിച്ച കുറ്റ്യാടിയാണ്. ഏതാണ്? കുറ്റ്യാടിയാണ്. അതുപോലെ തന്നെ എന്താണ് ഇതിന് വേറെ പ്രത്യേകത എന്താണ് മലബാറിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡാമാണ് ഇത് കക്കയം ഡാമാണ്. ഏതാണ്? കക്കയം ഡാമാണ് അല്ലെ. കക്കയത്തിന് നമ്മൾ പൊതുവെ മലബാറിന്റെ ഊട്ടി എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വിശേഷിപ്പിക്കാറുണ്ട് അല്ലെ. അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ കക്കയം ഡാം എന്ന് പുറന്തള്ളുന്ന വെള്ളം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇടുക്കി ഈ പറഞ്ഞ മലബാർ വന്യജീവി അല്ല, ഏതാണ് മലബാറിൽ ഏതാണ് ഈ പറഞ്ഞ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഡാമാണ് ഇത്. അവിടെ വരുന്ന ഡാമാണ് ഇത്. ഔട്ട്ഫ്ലോയും വാട്ടറിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഡാമാണ് ഇത് ഈ പെരുവണ്ണാമൊഴി അണക്കെട്ട്. ഈ പെരുവണ്ണാമൊഴി ജലസേചന പദ്ധതിയാണ്. അതിലെന്തില്ല, ജലവൈദ്യുത പദ്ധതി അല്ല, അതെന്നാണ് ഒരു ജലസേചന പദ്ധതിയാണ്. ജലസേചനത്തിന് മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇതാണ് ഉറുമി ജലവൈദ്യുതി. ഇത് ഒറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് കോഴിക്കോട് ജില്ലയിലാണ് ഈ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്, ഉറുമി. പക്ഷെ ഇതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സഹായിച്ച രാജ്യമാണെന്ന് ചോദിക്കുക. അതേതാണ്? ചൈനയാണ്. ചൈന സഹായിച്ച കേരളത്തിലെ ജലവൈദ്യുത പദ്ധതിയാണ് ഇത് ഉറുമി അല്ലെ. അടുത്തത് ഈ പെരിങ്ങൽകൂത്തും ഷോളയാറൊക്കെ അല്ലെ. ഈ പെരിങ്ങൽകൂത്തും ഷോളയാറൊക്കെ എവിടെ വരും? പെരിങ്ങൽകൂത്തും ഷോളയാറൊക്കെ തൃശ്ശൂർ ജില്ലയിലാണ് അല്ലെ. അതായത് ഈ പറഞ്ഞ ചാലക്കുടി പുഴയിലാണ്. ഏതാണ്? ചാലക്കുടി പുഴയിലാണ് വരിക, തൃശ്ശൂർ ജില്ലയിലാണ്. ഇത് രണ്ടും KSEBിന് കീഴിൽ വരുന്ന പദ്ധതിയാണ്. അതായത് ഈ ഷോളയാറാണ് ടോപ്പിൽ വരിക. ഈ ഷോളയാറിന്ന് വരുന്ന വെള്ളം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഈ പെരിങ്ങൽകൂത്ത് താഴെ വരിക അല്ലെ. അപ്പൊ ഷോളയാറും പെരിങ്ങൽകൂത്തും ഒന്ന് ഓർത്തിരിക്കുക. ഒന്ന് ഏതാണ്? ഇതൊക്കെ KSEBിന്റെ കീഴിൽ വരുന്ന ജലവൈദ്യുത പദ്ധതിയാണ്. വേറെയും പദ്ധതികളുണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട് വേറെയും അല്ലെ. വേറെയും പദ്ധതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നേര്യമംഗലം അത് പെരിയാറിലാണ്. അതുപോലെ തന്നെ എന്താണ് പന്നിയാറുണ്ട് അല്ലെ. പന്നിയാറ് എന്നൊക്കെ പറഞ്ഞ കുറെ ഇടമലയാറ് എന്നൊക്കെ കുറെ ജലവൈദ്യുത പദ്ധതികൾ വരുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പദ്ധതികളാണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ പറഞ്ഞത്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കോട്ടയത്ത് തമ്പുരാന്റെ ചാട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത്. പൊതുവേ അടുത്ത കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചെന്താണ്? ഇരിയമ്മൻ തമ്പിന്റെ കാസർഗോഡ് LD ചോദിച്ചായിരുന്നു. ഇരിയമ്മൻ തമ്പിയുടെ ആട്ടക്കഥയിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചിട്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ എക്സാമിനും കൂടി ചോദിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഡിഗ്രി പ്രിലിംസിനാവും അല്ലെ. ഡിഗ്രി പ്രിലിംസ് ഈ ലാസ്റ്റ് ഈ കഴിഞ്ഞ മാസം നടന്ന ഡിഗ്രി പ്രിലിംസിനും കൂടി ചോദിച്ചിട്ടുണ്ട്. താഴെ പറഞ്ഞ ഇരിയമ്മൻ തമ്പിന്റെ ആട്ടക്കഥകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയെന്നാണ് അതിൽ ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമ്മളതിലോട്ട് പോവുകയാണെങ്കിൽ ഏതൊക്കെയാണ് ഇതിൽ? കോട്ടയത്ത് തമ്പുരാന്റെ ആട്ടക്കഥകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതിൽ കാലകേയവധം, കല്യാണ സൗഗന്ധികം, ഭഗവതം, പിന്നെ ഒരു കിർവീരവധം കൂടി വരും. അപ്പോൾ ഇതിൽ പെടാത്തത് ഏതായിരിക്കും വരിക? ഈ പറഞ്ഞ ഓപ്ഷൻ എന്താണ്? C ആണ്. പൂതനാമോക്ഷം എന്ന് പറഞ്ഞ ആട്ടക്കഥ രചിച്ചതാരാണ്? അത് അശ്വതി തിരുനാൾ രാമവർമ്മയാണ്. ഇനി പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം കഥകളിയുടെ സാഹിത്യ രൂപമാണ് ഇത് ആട്ടക്കഥ അല്ലെ. കഥകളുടെ സാഹിത്യ രൂപം ആട്ടക്കഥയാണ്. കഥകളുടെ സംഗീതം സോപാന സംഗീതമാണ്. മോഹിനിയാട്ടത്തിന്റെ സംഗീതം കർണാട്ടിക് സംഗീതമാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കഥകളിയുടെ സംഗീതമാണ്, കഥകളുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. അപ്പോൾ ആട്ടക്കഥയായിട്ട് ബന്ധപ്പെട്ട് PSC ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടല്ലേ. അപ്പോൾ ചോദിക്കാൻ നമുക്കറിയാം കഥകളി കൊണ്ടത് രാമനാട്ടത്തിൽ ആ രൂപം കൊണ്ട്. ഈ രാമനാട്ടത്തിന് ഉപജ്ഞാതാവാണ് ആരെന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര തമ്പുരാൻ. അപ്പോൾ ഈ ആദ്യത്തെ ആട്ടക്കഥയാണ് ഇത് രാമായണം ആട്ടക്കഥ. ആദ്യത്തെ ആട്ടക്കഥ ഏതാണ്? രാമായണം ആട്ടക്കഥയാണ്. രാമായണ ആട്ടക്കഥയാണ് രചിച്ചതാര? രാമായണ ആട്ടക്കഥ രചിച്ചതാര? കൊട്ടാരക്കര തമ്പുരാണ് അല്ലെ. കൊട്ടാരക്കര ആരുടെ മണ്ഡലമാണ്? നമ്മുടെ ധനകാര്യമന്ത്രിയായിട്ടുള്ള KN ബാലഗോപാലിന്റെ മണ്ഡലമാണ് ഇത് കൊട്ടാരക്കര അല്ലെ. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ മ്യൂസിയം ഓഫ് ക്ലാസിക്കൽ ആർട്സ് എവിടെ സ്ഥിതി എന്ന് വെച്ചാൽ അത് കൊട്ടാരക്കരയാണ്, കൊല്ലം ജില്ലയിലാണ്. ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ അതായത് കഥകളിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കോട്ടയത്ത് തമ്പുരാനാണ് കേട്ടോ. കഥകളിയുടെ ഉപജ്ഞാതാവാണ് കോട്ടയത്ത് തമ്പുരാനാണ്. അതായത് കഥകളി ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് രാമനാട്ടത്തിൽ നിന്ന് മാറ്റിയെടുത്ത ആളാണ് ആര്? കോട്ടയത്ത് തമ്പുരാൻ. അപ്പോൾ കോട്ടയത്ത് തമ്പുരാൻ ചോദിച്ചാൽ പ്രധാനമായിട്ടും ഒരു 4 ആട്ടക്കഥകളുണ്ട്. ഇതുപോലെ തന്നെ പഠിക്കണം. പെടാത്തത് ഏതെന്ന് പെടുന്നത് ഏതെന്നൊക്കെ പറഞ്ഞു ചോദിക്കും. അപ്പോൾ ഏതൊക്കെയാണ്? കാലകേയവധം, കല്യാണ സൗഗന്ധികം, ഭഗവതം, കിർവീരവധം. ഏതാണ്? കാലകേയവധം, ഭഗവതം, കിർവീരവധം. കൂടെ എന്തും കൂടിയുണ്ട്? കല്യാണ സൗഗന്ധികം കേട്ടോ. കല്യാണ സൗഗന്ധികം നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ. നോക്കടാ നമ്മുടെ മാർഗെ കിടക്കുന്ന മാർക്കണ്ടയ നീയങ്ങ് മാറിക്കിടക്കട എന്നൊക്കെ നമ്മൾ പഠിച്ചത്. അതെവിടെയാണ്? തുള്ളലാണല്ലേ. കല്യാണ സൗഗന്ധികം ഒരു ആട്ടക്കഥ മാത്രമല്ല. കല്യാണ
സൗഗന്ധികം തുള്ളലും കൂടി ഉണ്ട് അതേ പേരിൽ. അതാണ് ആ കുഞ്ചൻ നമ്പ്യാർ രചിച്ച തുള്ളൽ കൃതിയാണ് ഏത് കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞാൽ. അതിന്റെ ഉപജ്ഞാത ഈ പറഞ്ഞ അത് ഏത് ടൈപ്പ് തുള്ളലാന്ന് വെച്ചതാണ് ശീതങ്കൻ തുള്ളലാണ്. ആദ്യത്തെ തുള്ളൽ കൃതിയാണ് ഏത് കല്യാണ സൗഗന്ധികം. ഏത് തുള്ളലെന്ന് വെച്ചതാണ് ശീതങ്കൻ തുള്ളലാണ്. ഏതാണ് ശീതങ്കൻ തുള്ളൽ. അതുപോലെ തന്നെ അടുത്ത കാർത്തിക തിരുനാൾ, അതായത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക ഈ പറഞ്ഞ ആട്ടക്കഥകളെ രചിച്ച തിരുവിതാംകൂർ രാജാവാരെന്ന് വെച്ചാലാണത് കാർത്തിക തിരുനാളാണ്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ധർമ്മരാജ അല്ലെ. രണ്ടാമത്തെ ഭരണാധികാരിയായിരുന്നു, രാജാവായിരുന്നു ആര്? ധർമ്മരാജ. ആദ്യത്തെ ആള് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതിനുശേഷം 1858 മുതൽ 98 വരെ ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിരുന്ന ആളാണ് കാർത്തിക തിരുനാൾ അല്ലെങ്കിൽ രാജാവാണ്. അതായത് അട്ടക്കഥകളെ രചിച്ച തിരുവിതാംകൂർ രാജാവ്. ഏതൊക്കെ അട്ടക്കഥകളാണ്? രാജസൂയം, സുഭദ്രാപഹരണം, ബാലരാമ ഭാരതം. ഏതാണ്? രാജസൂയം, സുഭദ്രാപഹരണം, ബാലരാമ ഭാരതം. അവിടെ ഓർത്തിരിക്കുക. അട്ടക്കഥകളെ രചിച്ച തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാളാണെങ്കിൽ തിരുവിതാംകൂറിൽ കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന എന്താണ്? തിരുവിതാംകൂറിൽ കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന ആരുടെ കാലഘട്ടമാണ്? അത് നമ്മുടെ എന്താണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. കഥകളിയെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് വഹിക്കുകയാണെങ്കിൽ ആരാണത്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതായത് 1846 മുതൽ 1860 വരെയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം. ഇതാണ് തിരുവിതാംകൂറിൽ എന്താണ് കഥകളിയുടെ സുവർണ കാലഘട്ടം. കഥകളിയെ പ്രോത്സാഹിച്ച തിരുവിതാംകൂർ രാജാവാണ് ആര്? ഉത്രം തിരുനാൾ അല്ലെ. ആ സമയത്താണ് ഉത്രം തിരുനാളിന്റെ കാലത്താണ് ഈ പറഞ്ഞ ചാനാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അധികാരമൊക്കെ ലഭിച്ചല്ലേ. അപ്പൊ അതിന് മുന്നേ ഉത്രം തിരുനാളിന് മുന്നേ ഉണ്ടായിരുന്ന ആളുണ്ടായിരുന്നു 1829 മുതൽ 1846 വരെ ഉണ്ടായിരുന്ന ആളുണ്ടായിരുന്നു. അതാണ് നമ്മുടെ സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാൾ അറിയപ്പെടുന്ന തിരുവിതാംകൂറിൽ സംഗീതകലയുടെ സുവർണ കാലഘട്ടമാണ്. തിരുവിതാംകൂറിലെ സംഗീതകലയുടെ സുവർണ കാലഘട്ടമാണ്. അതായത് കർണാട്ടിക് സംഗീതത്തെ പ്രോത്സാഹിപ്പിച്ച അഭിരുചി ഉണ്ടായിരുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു ആര്? സ്വാതി തിരുനാൾ. അതുകൊണ്ട് സംഗീതത്തിലെ രാജാവ്, രാജാക്കന്മാർക്കിടയിലെ സംഗീതജ്ഞൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്? വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന കർണാട്ടിക് സംഗീതമാണ്. അതുകൊണ്ട് മോഹിനിയാട്ടത്തെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? സ്വാതി തിരുനാളാണ്. ഒക്കെ ഓർത്തിരിക്കുക. അട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? അത് കാർത്തിക തിരുനാളാണ്. ഏതൊക്കെ അട്ടക്കഥകളാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത അതേപോലെ തന്നെ ഈ കാർത്തിക തിരുനാളിന്റെ സഹോദരനാണ് അശ്വതി തിരുനാൾ രാമവർമ്മ. അശ്വതി തിരുനാൾ രാമവർമ്മ വരച്ച ആട്ടക്കഥകൾ ഏതൊക്കെയാണ്? രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം, അംബരീഷ ചരിതം. രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം, അംബരീഷ ചരിതം. അതുപോലെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള ആരാണ്? ഇരിയമ്മൻ തമ്പിയാണ്. ആരാണ് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിച്ചാരാണ്? ഇരിയമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകളാണ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അതായതാണ് ഇരിയമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ ഏതൊക്കെയാണ്? കീചകവധം, പഠിച്ചു വെക്കുക, 1 മാർക്ക് ഉറപ്പാണ്. ഏതാണ്? കീചകവധം, ദക്ഷയാഗം, ഉത്തരാ സ്വയംവരം. കീചകവധം, ദക്ഷയാഗം, ഉത്തരാ സ്വയംവരം. അതുപോലെ ആട്ടക്കഥകൾ രചിച്ച ഏകൊരു വനിത ഉണ്ട്. അതാരാണ്? അത് കുട്ടിക്കുഞ്ഞി തങ്കച്ചിയാണ്. ഏതാണ്? കുട്ടിക്കുഞ്ഞി തങ്കച്ചി. അതായത് ഇരിയമ്മൻ തമ്പിന്റെ മകളായിട്ടുള്ള കുട്ടിക്കുഞ്ഞി തങ്കച്ചിയാണ് ആട്ടക്കഥകൾ രചിച്ച ഏക വനിത എന്നറിയപ്പെടുന്നത്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആട്ടക്കഥയാണ് ഇത് നളചരിതം ആട്ടക്കഥ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആട്ടക്കഥ അല്ലെ. ആട്ടക്കഥ സാഹിത്യത്തിലെ ഏറ്റവും ലക്ഷണമൊത്ത കൃതി, ലക്ഷണമൊത്ത ആട്ടക്കഥ എന്നൊക്കെ അറിയപ്പെടുന്ന ഇതാണ് ഈ പറഞ്ഞ നളചരിതം ആട്ടക്കഥയാണ്. ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം ആട്ടക്കഥയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കേരളത്തിന്റെ ശാകുന്തളം എന്നാണ് ആര് വിശേഷിപ്പിച്ചത്? ജോസഫ് മുണ്ടശ്ശേരി. ആരാണ് വിശേഷിപ്പിച്ചത്? നളചരിതം ആട്ടക്കഥയെ കേരളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ നളചരിതം ആട്ടക്കഥയ്ക്ക് കാന്താര താരകം എന്ന വ്യാഖ്യാനം രചിച്ചത് ആരാന്ന് വെച്ചാലാണ്? AR രാജരാജവർമ്മയാണ്. കേരള പാളിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മയാണ്. ഏതാ വ്യാഖ്യാനം? കാന്താര താരകം അല്ലെ. കാന്താര താരകം. അപ്പൊ ഉണ്ണായി വാര്യർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെയും അനുകരിക്കാത്ത, ആർക്കും അനുകരിക്കാനാവാത്ത സാഹിത്യകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. ഉണ്ണായി വാര്യർ അറിയപ്പെടുന്നത് അല്ലെ. അത് എവിടെ ജനിച്ചത്? ഇരിങ്ങാലക്കുടയിലെ അകത്തൂട്ട് ഭവനത്തിലാണ്. എവിടെ ജനിച്ചത്? ഇരിങ്ങാലക്കുടയിലെ അകത്തൂട്ട് ഭവനത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഉണ്ണായി വാര്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇരിങ്ങാലക്കുടിയാണ്. ഇരിങ്ങാലക്കുടി ആരുടെ മണ്ഡലമാണ്? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള R ബിന്ദുവിന്റെ മണ്ഡലമാണ് ഇത് ഇരിങ്ങാലക്കുട. ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ കേരളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന ഏതാണ്? കേരളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന ഏതാണ്? ഈ പറഞ്ഞ ഏതാണ്? നളചരിതം ആട്ടക്കഥയാണ് അല്ലെ. അതേപോലെ എന്താണ്? ശാകുന്തളം ആരാ രചിച്ചത്? കാളിദാസനാണ് അല്ലെ. അപ്പൊ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? അത് കൊടുങ്ങല്ലൂർ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പൂരനാണ്. കേരള മുസ്ലിം കാളിദാസൻ എന്നറിയപ്പെടുന്നത്
എന്നറിയപ്പെടുന്നത്. മൊയിൻകുട്ടി വൈദ്യരാണ് കേരള ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത്. കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണോ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നളചരിതം അട്ടക്കഥ അല്ലാണ്ട് നളചരിതം തുള്ളലും കൂടിയുണ്ട്. നളചരിതം കിളിപ്പാട്ട് അല്ല, നളചരിതം തുള്ളലല്ല, നളചരിതം കിളിപ്പാട്ട്. ഈ നളചരിതം കിളിപ്പാട്ട് രചിച്ചത് ആരെന്ന് വെച്ചാൽ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അതാരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. കിളിപ്പാട്ട് നമ്മൾ പൊതുവെ എഴുത്തച്ഛനൊക്കെയാണ് ഓർത്തിരിക്കുക. അപ്പൊ നളചരിതം കിളിപ്പാട്ട് രചിച്ച വ്യക്തി ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ NV കൃഷ്ണവാര്യർ അല്ലെ, ഗാന്ധിയും ഗോഡ്സെയൊക്കെ കവിത പഠിക്കുന്നുണ്ട്. NV കൃഷ്ണവാര്യർ, അതായത് NV കൃഷ്ണവാര്യർ രചിച്ച 2 ആട്ടക്കഥകളുണ്ട്. അതിന്റെ പേരൊന്ന് പഠിച്ചെടുക്കുക. ബുദ്ധചരിതവും ചിത്രാംഗതയും. എന്താണ്? ബുദ്ധചരിതവും ചിത്രാംഗതയും. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള വേറെ PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ആട്ടക്കഥകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാലി എന്ന് പറഞ്ഞാൽ ആരാണ്? V മാധവൻ നായരാണ് അല്ലെ. മാലി രാമായണൊക്കെ നമ്മൾ കേട്ടാണ്, കുട്ടികളുടെ രാമായണം അല്ലെ. മാലി രാമായണം, കുട്ടികളുടെ രാമായണം രചിച്ചതാരെന്ന് വെച്ചാൽ മാലിയാണ്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം എന്ന് പറഞ്ഞതാണ് V മാധവൻ നായരാണ്. അദ്ദേഹം രചിച്ച ഒരു അദ്ദേഹം രചിച്ച ആട്ടക്കഥയാണ് ഇത് കർണശബദം. ഏതാണ്? കർണശബദം. അതുപോലെ മുരിങ്ങൂർ ശങ്കരൻ പോറ്റി രചിച്ച ആട്ടക്കഥയാണ് ഇത് കുചേലവൃത്തം ആട്ടക്കഥ. കുചേലവൃത്തം വഞ്ചിപ്പാട് നമുക്കറിയാം രാമപുരത്ത് വാര്യരാണ്. പക്ഷേ കുചേലവൃത്തം ആട്ടക്കഥ രചിച്ച ആളാണ് ആര്? മുരിങ്ങൂർ ശങ്കരൻ പോറ്റി. അതുപോലെ രാവണ വിജയം ആട്ടക്കഥ രചിച്ചത് ആരാ? കിളിമാനൂർ രാജരാജവർമ്മയാണ്. ആരാണ്? കിളിമാനൂർ രാജരാജവർമ്മയാണ്. അതുപോലെ തന്നെ ഒലിവേർ വിജയം, അതായത് കാറൽമാൻ ചരിതം അടിസ്ഥാനമാക്കിയിട്ട് എഴുതിയ ഒരു ആട്ടക്കഥയാണ് ഇത് ഒലിവേർ വിജയം. ഇത് രചിച്ചത് ആരാണ്? കട്ടക്കയം ചെറിയാൻ മാപ്പിള അല്ലെ. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്ന കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ്. കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാമെന്ന് ഓർത്തിരിക്കാം. അപ്പോഴേ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് കാലക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. സ്ഥിരം ക്വസ്റ്റ്യൻ ആണല്ലോ, ഒരു എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും എപ്പോഴും എക്സാമിൽ ചോദിക്കുക അല്ലെ. കുറിച്യർ കലാപവും പഴശ്ശി കലാപവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തരിക. അപ്പൊ ഇവിടെ നമുക്ക് ഇപ്രാവശ്യം തന്നിട്ടുള്ള ഏതാണ്? കയ്യൂർ സമരം, പുന്നപ്ര വയലാർ സമരം, വൈദ്യുതി പ്രക്ഷോഭം, നിവർത്തന പ്രക്ഷോഭം. അപ്പൊ ഇത് ചെയ്യാൻ നമുക്ക് എന്താണ് ഇതിന്റെ ഓരോന്നിന്റെയും എന്ത് ചെയ്യണം? വർഷങ്ങൾ വരണം. അപ്പൊ നമുക്ക് വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കയ്യൂർ സമരം എപ്പോഴാണ്? കയ്യൂർ സമരം 1941 കയ്യൂർ സമരം എപ്പോഴാണ്? 1941. പുന്നപ്ര വയലാർ സമരം എപ്പോഴാണ്? പുന്നപ്ര വയലാർ സമരം എപ്പോഴാണ്? 1946 അല്ലെ. അതുപോലെ വൈദ്യുതി പ്രക്ഷോഭം 1936. അതുപോലെ തന്നെ എന്താണ്? നിവർത്തന പ്രക്ഷോഭം എപ്പോഴാണ്? 1932. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വർഷങ്ങൾ നമുക്ക് കിട്ടി. കയ്യൂർ സമരം 41, 46, 36, 32 കിട്ടി. അപ്പോൾ ഇതിൽ ആദ്യം വരുന്ന ഏതാ? നിവർത്തന പ്രക്ഷോഭമാണല്ലോ 1932. അപ്പോൾ ഏതാ വരിക? D ആണ്. നിവർത്തന പ്രക്ഷോഭം D ആണ് വരിക. അതുപോലെ തന്നെ പിന്നെ വരുന്ന ഏതാണ്? C ആണ് അല്ലേ, വൈദ്യുതി പ്രക്ഷോഭം. അപ്പോൾ DC വരുന്ന B ആൻസർ ആവാം, D ആൻസർ ആവാം. പിന്നെ അടുത്ത നമ്മൾ അറിയണം അല്ലേ. പിന്നെ ഏതാ വരിക? 41 കയ്യൂർ സമരം A ആണ് വരിക. 41 കയ്യൂർ സമരം A ആണ്. അപ്പോൾ എന്താണ്? DCA. പിന്നെ ഏതാണ്? B ആണ്. അപ്പോൾ ഏതാ? ഓപ്ഷൻ B ആണല്ലോ ആൻസർ വരിക. ഏതാണ്? ഓർഡർ ഏതാണ്? ഈ പറഞ്ഞ നിവർത്തന പ്രക്ഷോഭം, വൈദ്യുതി പ്രക്ഷോഭം, കയ്യൂർ സമരം, പുന്നപ്ര വയലാർ സമരം. എന്തായിരുന്നു നിവർത്തന പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ? നിവർത്തന പ്രക്ഷോഭം എന്തായിരുന്നു? ഈ പറഞ്ഞ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കാൻ വേണ്ടി നടന്ന പ്രക്ഷോഭമായിരുന്നു ഏത്? നിവർത്തന പ്രക്ഷോഭം. അതായത് ഈഴവർക്കും മുസ്ലിമുകൾക്കും ക്രിസ്ത്യാനികൾക്കും എന്ത് ചെയ്യണം? ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് എന്ത് നൽകണം? നിയമസഭാ പ്രാതിനിധ്യം നൽകണം എന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ നിവർത്തന പ്രക്ഷോഭം മുന്നോട്ട് വെച്ചത് അല്ലേ. അപ്പൊ അതുപോലെ തന്നെ നിവർത്തന പ്രക്ഷോഭത്തിന് ഒരു സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് എന്ത് ചെയ്തത്? നേതൃത്വം നൽകിയത്. അത് രൂപീകൃതമായത് എപ്പോഴാണ്? 1932 ഡിസംബർ 17 അല്ലേ. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഈ സംയുക്ത രാഷ്ട്രീയ സമിതി എന്ത് ചെയ്തു? തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു? തിരുവിതാംകൂർ രാജാവ് ആ സമയത്ത് ശ്രീ ചിത്തിര തിരുനാളായിരുന്നു അല്ലെ. ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. 31 മുതൽ 49 വരെ ശ്രീ ചിത്തിര തിരുനാളാണ് വരിക അല്ലെ. അപ്പൊ ശ്രീ ചിത്തിര തിരുനാൾ എന്ത് ചെയ്തു? ഈ സംയുക്ത രാഷ്ട്രീയ സമിതി എന്ത് ചെയ്തു? ഒരു മെമ്മോറിയൽ കൊടുത്തു അല്ലെ. മെമ്മോറിയൽ കൊടുത്തു എപ്പോഴാണ്? 1933 അല്ലെ. അതുപോലെ തന്നെ ഈ കാര്യം ഒന്ന് കൊടുത്താണ് നിവർത്തന പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നത്. അപ്പൊ നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവാരാണ്? IC ചാക്കോ ആണ്. നിവർത്തന പ്രക്ഷോഭം, നിവർത്തനം എന്ന വാക്കാരാണ് IC ചാക്കോ ആണ്. അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴഞ്ചേരി പ്രസംഗം നമ്മൾ പഠിക്കുന്നില്ലേ? കോഴഞ്ചേരി പ്രസംഗം പഠിക്കുന്നില്ലേ? ആരാണ് കോഴഞ്ചേരി പ്രസംഗം? ആരാണ്? C കേശവനാണ് അല്ലെ. C കേശവൻ 1935 ഏത് വർഷമാണ് കോഴഞ്ചേരി പ്രസംഗം? 1935 അല്ലെ. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ് എന്ത് നിലവിൽ വന്നത്? ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ. അതാണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ PSC, തിരുവിതാംകൂർ PSC നിലവിൽ വന്ന ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് 1936. പിന്നീടാണ് ഇത് 1956 ഇത് എന്തായിട്ട് മാറുന്നത്? എന്താണ്? ഈ കേരള പബ്ലിക് സർവീസ്, കേരള PSC ആയിട്ട് മാറുന്നതെന്നൊക്കെ നമുക്കറിയാം. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം PSC ചോദിക്കാറുണ്ട്. ഇതാണ് കേരള കേസരിയാണ് അല്ലെ. കേരള കേസരിയാണ്. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ അത് കഴിഞ്ഞാൽ അടുത്ത ഇതാണ് വൈദ്യുതി പ്രക്ഷോഭം അല്ലെ. വൈദ്യുതി പ്രക്ഷോഭം 1936 തൃശ്ശൂരിലെ ചന്ദ്രിക കമ്പനിക്കെതിരെ എന്താണ് നടന്നൊരു പ്രക്ഷോഭമായിരുന്നു. ഈ പറഞ്ഞ
വൈദ്യുതി പ്രക്ഷോഭം അല്ലെ. സംഭവം എന്തായിരുന്നു? ഈ കൊച്ചിയിലെ ദിവാനായിരുന്നു ആര്? നമ്മളെ RK ഷൺമുഖം ഷെട്ടി. ആരായി? RK ഷൺമുഖം ഷെട്ടി കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ച ആളാണ് അല്ലെ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ മന്ത്രിയായിരുന്നു ഈ പറഞ്ഞ RK ഷൺമുഖം ഷെട്ടി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് RK ഷൺമുഖം ഷെട്ടി. 1947 നവംബർ 26-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അദ്ദേഹം എന്ത് ചെയ്ത് ആദ്യമായിട്ട് സ്വതന്ത്ര ഇന്ത്യയിലെ ധനകാര്യ ബജറ്റ് അവതരിപ്പിച്ചല്ലേ. പക്ഷെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ആരായിരുന്നു? ആദ്യത്തെ റെയിൽവേ മന്ത്രിയായിട്ടുള്ള മലയാളിയായിട്ടുള്ള ആരാണ്? നമ്മളെ ജോൺ മത്തായി ആണ്. അത് 1947 നവംബർ 20-നാണ്. 1947 നവംബർ 20-നാണ്. അപ്പൊ എന്താണ്? ഈ കൊച്ചിയിലെ ദിവാനായിരുന്നു ആര്? ഈ പറഞ്ഞ RK ഷൺമുഖം ഷെട്ടി. അദ്ദേഹം എന്ത് ചെയ്തു? തൃശ്ശൂരിലെ വൈദ്യുതി വിതരണത്തിലുള്ള അധികാരം ആര് കൊടുത്തൊരു ചന്ദ്രിക എന്ന ഒരു കമ്പനിക്ക് നൽകി. ഇതിന്റെ ഫലമായിട്ട് ഇതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ഇത് വൈദ്യുതി പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക, ഈ വൈദ്യുതി പ്രക്ഷോഭം നടന്ന എവിടെയാണ്? കൊച്ചിയിലാണ്. എവിടെയാണ് നടന്നത്? കൊച്ചിയിലാണ് അല്ലെ. കൊച്ചിയിലാണ്. അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വൈദ്യുതി പ്രക്ഷോഭം നടന്ന ജില്ല ചോദിച്ചാൽ ഏതാണ്? തൃശ്ശൂരാണ്. ആർക്കെതിരെ എന്ന് ചോദിച്ചായിരിക്കാണ് RK ഷൺമുഖം ഷെട്ടിക്കെതിരെയാണ്. ഈ വൈദ്യുത പ്രക്ഷോഭ കാലത്ത് ഈ പറഞ്ഞ വൈദ്യുത പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ആരെന്ന് പറഞ്ഞാൽ ഇക്കണ്ട വാര്യർ. ആരാണ്? ഇക്കണ്ട വാര്യർ. അതുപോലെ തന്നെ AR മേനോൻ അല്ലെ. നമ്മൾ ആദ്യത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു AR മേനോൻ അല്ലെ. അതുപോലെ ഇക്കണ്ട വാര്യർ, ഈ പറഞ്ഞ CREU ഇവരൊക്കെ ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയ ആൾക്കാരെന്ന് വെച്ചാൽ ഈ കൊച്ചി ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ പ്രതിഷേധം എന്ത് ചെയ്തു? അടിച്ചമർത്തുകയാണ് ചെയ്തത്. ഓക്കെ, അടുത്ത നമ്മൾ ഏതാണ്? കയ്യൂർ സമരം. കയ്യൂർ സമരം എപ്പോഴാണ് നടന്നത്? കയ്യൂർ സമരം നടന്ന ജില്ലയൊക്കെ നമുക്കറിയാം കാസർഗോഡ് ജില്ലയിലാണ് അല്ലെ. കാസർഗോഡ് ജില്ലയിലാണ് ഈ കയ്യൂർ സമരം നടന്നത്. എപ്പോഴാണ് ഡേറ്റ് എന്ന് വെച്ചപ്പോൾ 1941 മാർച്ച് 28-നാണ്. 1941 മാർച്ച് 28-നാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞ കയ്യൂർ സമരം നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഒരു പോലീസുകാരൻ്റെ പേര് നമ്മൾ സുബ്ബരായൻ. എന്താണ് ഈ പറഞ്ഞ കയ്യൂർ സമരത്തെ തുടർന്ന് നടന്ന ലാത്തി ചാർജിൽ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറഞ്ഞാൽ സുബ്ബരായൻ. ആ പേരൊന്ന് ഓർത്തിരിക്കുന്നതാണ് സുബ്ബരായൻ. ഓക്കെ, അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? കുറേ ആൾക്കാർ എന്ത് ചെയ്യാണ്? അറസ്റ്റ് ചെയ്യാണ്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? കുറച്ചൊരു 4 പേര് എന്ത് ചെയ്യാണ്? തൂക്കിലേറ്റാണ്. ആ തൂക്കിലേറ്റിയ ആൾക്കാരുടെ പേര് കഴിഞ്ഞ എക്സാമിനും BSc ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ് ആ 4 പേര്? അത് നമ്മൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ ആ തൂക്കിലേറ്റിയ 4 പേരെ പേര് പഠിക്കണം. ഏതൊക്കെയാണ്? പൊടോര കുഞ്ഞമ്പു നായർ, കോയിത്താട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കറും, മഠത്തിൽ അപ്പും. ആ പേര് മറക്കരുത്. പൊടോര കുഞ്ഞമ്പു നായരും കോയിത്താട്ടിൽ ചിരുകണ്ഠനും പള്ളിക്കൽ അബൂബക്കറും മഠത്തിൽ അപ്പും അല്ലെ. ഇവർ തൂക്കിലേറ്റിയത് എപ്പോഴാണ്? 1943 മാർച്ച് 29-നാണ്. ഈ കയ്യൂർ സമരത്തെ തുടർന്ന് ഈ 4 പേരെ തൂക്കിലേറ്റിയപ്പോഴാണ് 1943 മാർച്ച് 29-ആണ് അല്ലെ. ഈ കയ്യൂർ സമരം നടന്ന നദീതീരം ചോദിച്ചതാണ് നമ്മളെ ഈ പറഞ്ഞ കാര്യങ്കോട് നദിയാണ്. ഏതാണ്? കാര്യങ്കോട് നദി. അതായത് തേജസ്വിനി പുഴയാണ്. ഏതാണ്? തേജസ്വിന്റെ വേറെ പേരാണ് ഇത്. തേജസ്വിനി പുഴ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. അതുപോലെ തന്നെ കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ട് നമ്മളെ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ഒരു സിനിമ ഉണ്ട്. ആ സിനിമേന്റെ പേരാണ് മീനമാസത്തിലെ സൂര്യൻ. അതുപോലെ തന്നെ നമ്മളെ രാജാ രവിവർമ്മന്റെ ജീവിതം ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ ചെയ്ത സിനിമ ഏതാണ്? മകരമഞ്ഞ് അല്ലെ. സന്തോഷ് ശിവന നായകനായിട്ട്. അതും ലെനിൻ രാജേന്ദ്രന്റെ സിനിമയാണ്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ പറഞ്ഞ കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിരുന്ന കേരള മുഖ്യമന്ത്രി ആരായിരുന്നു വെച്ചാലാണ്? അത് EK നായനാർ ആണ് എന്നാണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? EK നായനാർ ആണ്. ആരാണ്? EK നായനാർ അല്ലെ. അവിടെ നമ്മൾ ഒരു 2-3 കൃതികൾ ചോദിക്കാറുണ്ട്. കയ്യൂരും കരിവെള്ളൂരും ആരുടെ കൃതിയാണ്? AV കുഞ്ഞമ്പു. കയ്യൂരും കരിവെള്ളൂരും AV കുഞ്ഞമ്പു ആണ്. കയ്യൂർ സമരചരിത്രം ആരാണ്? VV കുഞ്ഞമ്പു. മാറരുത്. കയ്യൂർ സമരചരിത്രം ആരുടെ കൃതിയാണ്? VV കുഞ്ഞമ്പു ആണെങ്കിൽ കയ്യൂരും കരിവെള്ളൂരും ആരാണ്? AV കുഞ്ഞമ്പു ആണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന സാധനമാണ് ഇത് പുന്നപ്ര വലാർ സമരം. 1946 എന്ന് പറഞ്ഞാൽ പുന്നപ്ര വലാർ സമരം. അത് പൊതുവെ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടാറുണ്ട്. ഏതാണ്? തുലാം 10 സമരം എന്ന പേരിലും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. എവിടെയാണ് ഈ പുന്നപ്ര വലാർ സമരം നടന്ന? ആലപ്പുഴ ജില്ലയിലാണ്. എപ്പോഴാണ്? തുലാം 10 സമരം എന്ന് അറിയപ്പെടുന്നുണ്ട് അല്ലെ. അത് ഇംഗ്ലീഷ് മാസത്തിലൂടെ തുലാം 10-നാണ്. അല്ല, ഇംഗ്ലീഷ് മാസം പറയുകയാണ് നമ്മൾ 1946 ഒക്ടോബർ 24 മുതൽ 27 വരെ. 1946 ഒക്ടോബർ 24 മുതൽ 27 വരെയാണ് നടന്നത്. എന്തായിരുന്നു ഈ പറഞ്ഞ തുലാം 10 സമരം എന്ന് വെച്ചാൽ തിരുവിതാംകൂറിലെ ഈ പറഞ്ഞ സർ CP ദിവാനായിരുന്ന സർ CP രാമസ്വാമിയുടെ അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ നടന്ന സമരമായിരുന്നു ഇത് ഈ പറഞ്ഞ തുലാം 10 സമരം അല്ലെങ്കിൽ പുന്നപ്ര വയലാർ സമരം അല്ലെ. അതുപോലെ തന്നെ ഈ സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ചോദിച്ചാൽ ആരാണ്? അപ്പൊ സ്വാഭാവികമായിട്ടും ആരാണ്? സർ CP രാമസ്വാമി അയ്യർ ആണല്ലേ. അപ്പൊ ഈ പറഞ്ഞ ഇവിടെ ഒരു മുദ്രാവാക്യമുണ്ട്. ആൾക്കാർ ഉപയോഗിച്ചൊരു മുദ്രാവാക്യമുണ്ട് അല്ലെ. സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം സ്ഥിരമായിട്ട് PSc ചോദിക്കാറുണ്ട്. ഏതാണ്? അമേരിക്കൻ മോഡൽ അറബിക്കടൽ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ സർ CP രാമസ്വാമിയെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയുണ്ട്. നമ്മളൊരു സിനിമയൊക്കെ ഉണ്ടല്ലോ മോഹൻലാലിന്റെ രക്തസാക്ഷികൾ സിന്ദാബാദ് അല്ലെ. ആരാണ്? അതൊക്കെ ആ
സിനിമയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് സർ CP രാമസ്വാമിയെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് KCS മണിയാണ്. ആ പേര് മറക്കരുത്, KCS മണിയാണ്. ആരാണ്? KCS മണിയാണ്. അതുപോലെ തന്നെ വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന ആരാണ്? വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന CK കുമാരപ്പണിക്കറാണ്. ആരാണ്? CK കുമാരപ്പണിക്കറാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു പയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയായിരുന്നു EK നായനാണെങ്കിൽ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയായിരുന്നു ചോദിച്ചായിരുന്നു. കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരായിരുന്നു? VS അച്യുതാനന്ദനായിരുന്നു അല്ലെ. VS അച്യുതാനന്ദൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ പുസ്തകങ്ങൾ നോവലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ അവിടെ മീനമാസത്തിലെ സൂര്യനൊക്കെ പഠിച്ച പോലെ തന്നെ ഇവിടെ ഇറങ്ങിയ നോവലാണ് ഇത്. ഈ പറഞ്ഞ പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിയിട്ട് എന്താണ് ഈ പറഞ്ഞ ആരാണ്? തകഴി ശിവശങ്കര പിള്ള രചിച്ച നോവലാണ് ഇത്. തലയോട് തകഴി ശിവശങ്കര പിള്ള എന്തിനെ ആസ്പദമാക്കിയാണ്? പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിയാണ്. അതുപോലെ തന്നെ എന്താണ്? P കേശവദേവ് ഇതിനെ ആസ്പദമാക്കി P കേശവദേവ് രചിച്ച നോവൽ എന്ന് ചോദിച്ചാൽ ഏതാണത്? ഉലക്കയാണ്. ഏതാണ്? ഉലക്കയാണ്. അതുപോലെ തന്നെ ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന എവിടെ വെച്ചാണ്? കളർക്കോട് ആലപ്പുഴയാണ്. ഏതാണ്? കളർക്കോട് ആലപ്പുഴയാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓടിച്ചു വിട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞത് റിവിഷൻ ക്ലാസ് ആണ്, ടോപ്പിക്കായിട്ട് ക്ലാസ് എടുക്കുന്നതല്ല, നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങൾ ഓടിച്ചു വിടുന്നത്. അപ്പം നിങ്ങളിത് നിങ്ങളെ മെമ്പറിലോട്ട് കൊണ്ടുവന്ന് നിങ്ങളൊരു റിവിഷൻ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അറിയാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് എന്ത് ചെയ്യുക? പഠിക്കുക. പിന്നെ ഞാൻ ഓൾറെഡി വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് പറഞ്ഞായിരുന്നു, ഇത് നിങ്ങൾ കണ്ട ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു എക്സാം എഴുതി നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഉറപ്പുവരുത്തുക. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ ആ എക്സാം എഴുതാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ബ്രേക്ക് എടുക്കാണ്ട് നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിച്ച് മുന്നോട്ട് പോവുക. ഇനി ലാബ് അസിസ്റ്റന്റ് എക്സാമിനൊക്കെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതായത് അപ്പോൾ ആ ദിവസങ്ങളൊക്കെ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. അതുപോലെ CPO എക്സാമിനാണെങ്കിൽ ASM എക്സാമിന് പഠിക്കുന്നവരോട് എല്ലാവരോടും പറയാനുള്ള കാര്യം എന്ത് ചെയ്യരുത്? നെവർ ടേക്ക് എ ഗ്യാപ്പ്. എന്ത് ചെയ്യരുത്? ഗ്യാപ്പ് എടുക്കരുത്. കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുക? ഒരു അഡ്വൈസ് ചെയ്യുമ്പോൾ കയ്യിൽ കിട്ടുന്നവരെ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലാണെങ്കിൽ ചാനൽ ഒന്ന് എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. നിങ്ങളെ പ്രോത്സാഹനം പോലെ ആയിരിക്കും നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതൊന്ന് പറയാം. അല്ലാണ്ട് നിങ്ങളുടെ സജഷൻസ് മറ്റെന്തെങ്കിലും സജഷൻസോ പോരായ്മ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? ചൂണ്ടിക്കാട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുക? നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം.